അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 30,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. 25,000 രൂപയുടെയും 30,000 രൂപയുടെയും ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തെ ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണ്, അതുപോലെ തന്നെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ OnePlusന്റെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 25,000 രൂപയ്ക്ക് താഴെ OnePlusന്റെ 2 ഫോണുകൾ വരുന്നുണ്ട്. ഒന്ന് OnePlus Nord 3 ആണ്. ആ ഒരു ഫോൺ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ MediaTek Dimensity 9000 എന്നുള്ള പ്രോസസ്സറെ കൊടുത്തിട്ടുണ്ട്. 6.74 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഓഫറിലാണ് വരുന്നത്. പലപ്പോഴും വില ഇതിലും കൂടുതലായിട്ടാണ് കാണിക്കാറ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ OnePlus Nord C4 എന്ന സ്മാർട്ട് ഫോൺ നോക്കാം. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ എന്ന ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. Snapdragon 7 Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5500 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 25,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 30,000 രൂപയ്ക്ക് താഴെ OnePlusന്റെ വേറൊരു ഫോൺ കൂടി വരുന്നുണ്ട്. അത് ആ ഒരു ടൈമിൽ നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ ചില ആൾക്കാർക്ക് മെയിനായിട്ട് വേണ്ടത് പെർഫോമൻസ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് 28,000 രൂപയ്ക്ക് താഴേക്കാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ പോക്കോ X6 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. 28,000 രൂപയ്ക്ക് താഴേക്ക് ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് വരുന്ന ഒരു ഫോണാണ് ഇത്. ഇതിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഡോൾബി വിഷന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 8300 Ultra എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ്. 64+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ പെർഫോമൻസ് ഫോക്കസ്ഡ് ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ 28,000 രൂപയ്ക്ക് താഴെ ഇതൊക്കെയാണ്. 30,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വേറെ ഫോണുണ്ട്, അത് നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ ചില ആൾക്കാർക്ക് റെഡ്മിയുടെ തന്നെ ഒരു ഫോണൊക്കെ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് Redmi Note 13 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 30,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാവുന്നതാണ്. Pro Plus ഉണ്ട്, പക്ഷേ ഇപ്പം വില 31,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ Redmi Note 13 Pro ആണ് വരുന്നത്. അതും 25,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. 6.6 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Snapdragon 7 Gen 2 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 10 5G ബാൻഡ്സ് ആണ് വരുന്നത്. 200+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളൊരു ഹോണർ ഫാനൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഹോണർ 90 എന്ന സ്മാർട്ട് ഫോൺ 26,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൽ 6.7 ഇഞ്ചിന്റെ 1.5K OLED ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. കേർവ്ഡ് ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ 120 Hz റിഫ്രഷ് റേറ്റ് ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. Snapdragon 7 Gen 1 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 200+12+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 66 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ നത്തിങ് ഫാൻ ആണെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 2A എന്നുള്ള സ്മാർട്ട് ഫോൺ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. 30,000 രൂപയ്ക്ക് താഴെ ഈ ഒരു ഫോണാണ് ഇപ്പോൾ ഓപ്ഷനിലുള്ളത്. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. MediaTek Dimensity 7200 എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 13 5G ബാൻഡ്സ് വരുന്നുണ്ട്. 50+50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 24,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഫോൺ എടുക്കുമ്പം സാംസങ്ങിന്റെ തന്നെ ഒരു ഫോൺ നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ സാംസങ് M55 അല്ലാന്നുണ്ടെങ്കിൽ F55 എന്നീ ഫോണുകൾ കൺസിഡർ ചെയ്യാം. ഈ ഫോണുകളിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Snapdragon 7 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 13 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. 27,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോണുകൾ വരുന്നത്. പിന്നെ മോട്ടറോളയുടെ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ മോട്ടോ എഡ്ജ് 40 എന്ന സ്മാർട്ട് ഫോൺ 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. ഇതിൽ 6.5 ഇഞ്ചിന്റെ ഫുൾ HD+P OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 8020 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 14 5G ബാൻഡ്സ് വരുന്നുണ്ട്. 4400 mAh ബാറ്ററിയും 68 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 27,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്.
പിന്നെ മോട്ടോ എഡ്ജ് 50 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്, പക്ഷേ വില 30,000 രൂപയ്ക്ക് മുകളിലാണ് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് റിയൽമിയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി 12 പ്രോ പ്ലസ് എന്ന സ്മാർട്ട് ഫോൺ 27,200 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ ഗൗഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 6.5 ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസർ വരുന്നുണ്ട്. 50+64+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഓപ്പോയുടെ അല്ലെങ്കിൽ വിവോയുടെ ഒക്കെ ഓഫ്ലൈൻ ഫോൺസ് വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്പോയുടെ കാര്യത്തിൽ 25,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഓപ്പോ റെനോ 11 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 6.5 ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേയും കേർഡ് ഡിസ്പ്ലേയും 120 റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. MediaTek Dimensity 7050 എന്ന പ്രോസസർ എടുത്തിട്ടുണ്ട്. 50+32+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 25,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ വിവോയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ പുറത്ത് ഷോപ്പുകളിൽ കിട്ടുന്ന ഫോണുകളുടെ കാര്യത്തിൽ വിവോ V29 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 6.78 ഇഞ്ചിന്റെ 1.5K അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസറാണ് കൊടുത്തിരിക്കുന്നത്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 4600 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിനേക്കാൾ റെക്കമെൻഡ് ചെയ്യുക ഓപ്പോ റെനോ 11 ആയിരിക്കും ഓഫ്ലൈൻ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ. ഇനി OnePlusന്റെ കാര്യത്തിൽ OnePlus 11R എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ നല്ലൊരു ഓപ്ഷനാണ്. 6.74 ഇഞ്ചിന്റെ 1.5K അമോലെഡ് ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസറാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ച ഒരു പ്രോസസർ തന്നെയാണ്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ വരുന്നുണ്ട്. പിന്നെ ഐക്യൂടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യൂ നിയോ 7 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്നാപ്ഡ്രാഗൺ 7+ Gen 1 എന്ന പ്രോസസർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 6.78 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 10-bit ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 120 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 30,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് പെർഫോമൻസ് തരുന്ന അതുപോലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ പോക്കോ F6 എന്നുള്ള സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസർ എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചൊരു പ്രോസസർ തന്നെയാണ്. പിന്നെ 6.6 ഇഞ്ചിന്റെ 1.5K അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. 120 റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 30,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതും മികച്ചൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ റിയൽമിയുടെ GT60 പോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ 31,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്താത്തത്. വേണമെന്നുണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ് ബഡ്ജറ്റ് അത്രയ്ക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പം ഇതൊക്കെയാണ് 30,000 രൂപയ്ക്ക് താഴെ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം OnePlus Nord 3 എന്നുള്ള സ്മാർട്ട് ഫോൺ എടുത്തേക്കാം. അല്ല ബഡ്ജറ്റ് കൂടുതലാണ് അതുപോലെ തന്നെ എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ പോക്കോ F6 എന്നുള്ള സ്മാർട്ട് ഫോണും എടുത്തേക്കാം. പിന്നെ കേർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം റിയൽമി 12 Pro Plus എന്ന സ്മാർട്ട് ഫോണും സെലക്ട് ചെയ്തേക്കാം. ഇനി സാംസങ്ങിൻ്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ F55 അല്ലാന്നുണ്ടെങ്കിൽ M55 എന്നീ ഫോണിലായിരിക്കും സെലക്ട് ചെയ്യുക. ഓഫ്ലൈൻ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഓപ്പോ റെനോ 11 എന്നുള്ള സ്മാർട്ട് ഫോണും ഞാൻ സെലക്ട് ചെയ്തേക്കാം. എന്തായാലും ഇതുപോലെ നിങ്ങളുടെ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.